ഏതാണ്ട് 54 ഇപ്പോൾ കേരളത്തിൽ വിവിധ തീരങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് വന്നത് ആലപ്പുഴയിലാണ്, 2 മാത്രമാണ്. തിരുവനന്തപുരത്ത് 9 വന്നിരുന്നു. കൊല്ലത്ത് 43 എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ടെയ്നറുകൾ തീരത്തേക്ക് വരണമെങ്കിൽ വരേണ്ട ഏതാണ്ട് സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. കൊല്ലത്താണ് കണ്ടെയ്നറുകൾ അധികം വന്നു ചേർന്നതെങ്കിലും കണ്ടെയ്നറുകൾ തകർന്നത് മൂലമുണ്ടാകുന്ന വസ്തുക്കളുടെ വരവ് പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് തെക്കോട്ടുള്ള തീരത്തായിരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള അറിവ്. സാധാരണ നിലയിൽ കണ്ടെയ്നർ തകർന്ന ആ ഘട്ടം മുതൽ തന്നെ ഏറ്റവും കൃത്യമായി ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും വകുപ്പുകളുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആ നടപടിക്രമങ്ങൾ പരിശോധിച്ചു വരികയാണ്. കപ്പലിൽ നിന്നുണ്ടായിട്ടുള്ള വെരി ലോ സൾഫർ ഓയിൽ കടലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തീരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ അറക്കപ്പൊടി ചേർത്തിട്ടുള്ള ചാക്കുകൾ തീരത്തിട്ട് അതുപോലെ തന്നെ അഴികളിലും പൊഴികളിലും ഒക്കെ ബൂമുകൾ സെറ്റ് ചെയ്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഓയിലിന്റെ അംശം അതിഭീകരമായി പടരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ മുതൽ തന്നെ സാൽവേജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ കണ്ടെയ്നറുകൾ, കടലിൽ വീണ കണ്ടെയ്നറുകൾ ശക്തമായി എടുക്കുകയും മാറ്റുകയും ചെയ്യുക എന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നായിട്ടുള്ള വിശ്വകർമ്മ ഇന്നലത്തോടുകൂടി കമ്പനിയുമായി ഒരു അഗ്രിമെന്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള അവരുടെ കപ്പൽ ഇന്ന് ആ സ്ഥലത്ത് എത്തിച്ചേരും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. കപ്പൽ കിടക്കുന്നതിന് ചുറ്റും, ഇതിന് മുന്നോടിയായി കപ്പൽ കിടക്കുന്നതിന് ചുറ്റും ഒരു സോണാർ സർവേ, നമ്മുടെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ അൾട്രാസൗണ്ട് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സോണാർ സർവേയും ഇന്ന് തന്നെ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ അതിവേഗം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് തീരത്ത് ഇപ്പോ നേരത്തെ നിങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ടതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഈ പോളിയത്തിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ നർഡിൽസ് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരത്താകെയുള്ളത്. അത് സ്ഥായിയായി ഇവിടെ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നും വീണ്ടും കടലിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് പരമാവധി അത് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഈ തീരത്തടഞ്ഞ കണ്ടെയ്നറുകളെയും അതിന്റെ മാനേജ്മെന്റും സംബന്ധിച്ച കാര്യങ്ങൾ പറയുകയായിരുന്നു.